Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക് മൊമെന്റ്സ് ഓഫ് ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയട്ടെ, മൊമെന്റ്സിനകത്ത് നമ്മളെ മ്യൂ ആർ ഡാഷ് മൊമെന്റ്സിനകത്ത് രണ്ട് ടൈപ്പ് മൊമെന്റ് ഉണ്ട്. റോ മൊമെന്റും ഉണ്ട്, സെൻട്രൽ മൊമെന്റ്സും ഉണ്ട്. ഓക്കെ, റോ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ റോ മൊമെന്റും സെൻട്രൽ മൊമെന്റ് രണ്ട് ടൈപ്പ് മൊമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റോ മൊമെന്റ് ആണ്. റോ മൊമെന്റ് പഠിച്ചതിന് ശേഷം റോ മൊമെന്റിന്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ മൊമെന്റ് പഠിക്കുന്നത്. ഓക്കെ, റോ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ മൊമെന്റ്സ് അബൌട്ട് ആൻ ഒറിജിൻ അല്ലെങ്കിൽ മൊമെന്റ്സ് അബൌട്ട് ആൻ ആർബിട്രറി നമ്പർ. ഒരു ആർബിട്രറി നമ്പറിൽ നിന്നും കണ്ടുപിടിക്കുന്ന മൊമെന്റ്സിനെയാണ് നമ്മൾ റോ മൊമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റോ മൊമെന്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ദാ ഇത് മ്യൂ ആർ ഡാഷ്. മ്യൂ ആർ എഴുതി അതിന്റെ മുകളിൽ ഒരു വര ദാ ഇങ്ങനെ എഴുതിയാൽ മതി. ഈ എമ്മിന്റെ വാല്യൂ ഇങ്ങനെ താഴോട്ട് നീട്ടിയിട്ട് മ്യൂ ആർ ഡാഷ്. ഓക്കെ, ഇതാണ് റോ മൊമെന്റ്. നമുക്ക് മെയിൻ ആയിട്ട് 4 റോ മൊമെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. മ്യൂ 1 ഡാഷും മ്യൂ 2 ഡാഷും മ്യൂ 3 ഡാഷും മ്യൂ 4 ഡാഷും 4 റോ മൊമെന്റ്സും 4 സെൻട്രൽ മൊമെന്റ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ പ്രൂഫ് എഴുതാനായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയട്ടെ, മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എക്സ്പെക്ടേഷൻ. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എന്നാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ, ഇതാണ് മ്യൂ ആർ ഡാഷ് കാണാനുള്ള ഇക്വേഷൻ. ഇത് പഠിച്ചു വെച്ചോണേ. റോ മൊമെന്റ് കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ മ്യൂ ആർ ഡാഷ് എന്ന് എഴുതണം. മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. സമ്മേഷൻ, നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് ടൈപ്പ് ആണ്, അതുകൊണ്ടാണ് സമ്മേഷൻ കൊടുക്കുന്നത്. ഓർക്കുക, കണ്ടിന്യൂസ് ആണ് ടൈപ്പ് എങ്കിൽ നമ്മൾ ഇന്റഗ്രൽ ആണ് കൊടുക്കുന്നത്. ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ് സമ്മേഷൻ കൊടുക്കുന്നത്. അപ്പൊ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു ആർ ഇൻടു എഫ് ഓഫ് എക്സ്. ഓക്കെ, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു ആർ ഇൻടു എഫ് ഓഫ് എക്സ്. ഇതാണ് മ്യൂ ആർ ഡാഷിന്റെ ഡെഫിനിഷൻ. ഇത് പഠിച്ചു വെച്ചോണേ. മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ഇ ഓഫ് എന്നുള്ള എക്സ്പെക്ടേഷൻ പഠിച്ചു വെക്കുക. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ് റൈസ് ടു ആർ ഇൻടു എഫ് ഓഫ് എക്സ്. ഇവിടെ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു ആർ ഇൻടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ലാംഡ റൈസ് ടു എക്സ് ഇൻടു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, സിഗ്മ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു ആർ ഇൻടു ലാംഡ റൈസ് ടു എക്സ് ഇൻടു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് മ്യൂ ആർ ഡാഷ്. ഈ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് 4 റോ മൊമെന്റ്സും കണ്ടുപിടിക്കാം. ആദ്യത്തെ റോ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മ്യൂ 1 ഡാഷ് ആണ്. ആറിന് 1 കൊടുക്കുന്നു അല്ലെ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുള്ള ആ ഇക്വേഷൻ നമ്പർ 1നകത്ത് നിങ്ങൾ ആർ ഇസ് ഈക്വൽ ടു എത്ര കൊടുക്കുന്നു? ആറിന് 1 കൊടുക്കുന്നു. അപ്പൊ മ്യൂ ആർ ഡാഷ് വരുന്നു. മ്യൂ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻടു ലാംഡ റൈസ് ടു എക്സ് ഇൻടു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ. ആറിന് 1 കൊടുത്തു. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പില് ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന എക്സ് ഫാക്ടോറിയലില്ലേ അതിനെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം. എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ നിങ്ങൾ ന്യൂമറേറ്ററിന്റെ മാറ്റമില്ല എക്സ് ഇൻടു ലാംഡ റൈസ് ടു എക്സ് ഇൻടു ഇ റൈസ് ടു മൈനസ് ലാംഡ. ഡിനോമിനേറ്റർ കിടക്കുന്ന എക്സ് ഫാക്ടോറിയലിനെ നമ്മൾ എക്സ് ഇൻടു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതാ ഈ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലെ എക്സിനെ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതാ ഇവിടെ ഒരു ലാംഡ റൈസ് ടു എക്സ് ഇല്ലേ, ആ ലാംഡ റൈസ് ടു എക്സിനെ നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ലാംഡ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ റൈസ് ടു 1 ഇൻടു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ സ്പ്ലിറ്റിംഗ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ സ്പ്ലിറ്റിംഗ് ഇട്ടാലേ നമ്മുടെ റിസൾട്ടിലോട്ട് എത്തത്തുള്ളൂ. ഇവിടെ ലാംഡ റൈസ് ടു 1ഉം ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 ആണ്. ബേസ് ലാംഡയാണ്. അപ്പൊ പവർ ആദ്യം 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ആയിട്ട് ലാംഡ റൈസ് ടു എക്സ് തന്നെ കിട്ടും. ഓക്കെ, അപ്പം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ പഠിച്ചോണം. സിഗ്മ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി വരും. ലാംഡ റൈസ് ടു എക്സിന് പകരം നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പൊ ലാംഡ റൈസ് ടു 1നകത്ത് എക്സ് ഇല്ലല്ലോ, അതുകൊണ്ട് അതിനെ നമ്മൾ സമ്മേഷന്റെ പുറത്ത് എഴുതി. ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 സമ്മേഷന്റെ അകത്ത് എഴുതി. ഇൻടു എന്ത് കിടപ്പുണ്ട്? ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, അവിടെ ഓർത്തോളാം ഇത് ഇത്രയും ഒരു ടേം ആണ്. കാരണം ഇതിനകത്തും ആരില്ല? ഇ റൈസ് ടു മൈനസ് ലാംഡക്കകത്തും എക്സ് ഇല്ല അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ വെളിയിൽ കിടപ്പുണ്ട്. ഇതിനെ നമ്മൾ എക്സിന് 0 1 2 3 എക്സെട്ര കൊടുത്ത് സമ്മേഷൻ. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 0 മാറ്റി എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആക്കണം. മനസ്സിലായോ?
ഈ ലാംഡ റൈസ് ടു എക്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്നുള്ളത് മാക്കി സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ആക്കണം. അപ്പൊ എക്സിന് 1 കൊടുത്തേ, എക്സിന് 1 കൊടുത്താൽ ന്യൂമറേറ്റർ ലാംഡ റൈസ് ടു 0 ഡിനോമിനേറ്റർ 0 ഫാക്ടോറിയൽ ആവും. എക്സിന് 2 കൊടുത്താലോ ന്യൂമറേറ്റർ ലാംഡ ഡിനോമിനേറ്റർ 1 ഫാക്ടോറിയൽ ആവും. ഇനി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ ഇത് ലാംഡ സ്ക്വയർഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ. 0 to ഇൻഫിനിറ്റി വരെ ഉണ്ടല്ലോ. ഈ ബ്രാക്കറ്റിന്റെ വെളിയിൽ ഒരു e റൈസ് ടു മൈനസ് ലാംഡ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇത് ലാംഡ റൈസ് ടു 0 അതും 1 ആണ്, 0 ഫാക്ടോറിയലും 1 ആണ്. അപ്പം ഇതിന് വരെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലൂടെ 1 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർഡ് ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര എന്നല്ലേ ബ്രാക്കറ്റ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ e റൈസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, നമ്മൾ e റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ പഠിക്കുന്നുണ്ട്. e റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ഉണ്ട്. ആ എക്സ്പാൻഷൻ അത് ഇവിടെ എക്സിന് വരെ ലാംഡ ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി വെളിയിലെ ബ്രാക്കറ്റിന്റെ വെളിയിൽ e റൈസ് ടു മൈനസ് ലാംഡ ഉണ്ട്. ഇവിടെ ബേസ് സെയിം അല്ലേ, അപ്പൊ പവർ കൂട്ടാവല്ലോ. ലാംഡ മൈനസ് ലാംഡ, ലാംഡ മൈനസ് ലാംഡ എത്ര 0 അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു e റൈസ് ടു 0. e റൈസ് ടു 0 1 അല്ലേ. അപ്പൊ ലാംഡ ഇൻറ്റു 1 ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി μ1 ഡാഷ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് മൊമെന്റ് കിട്ടി μ1 ഡാഷ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വീണ്ടും ഈ റിസൾട്ട് അല്ലേ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് നിൽക്കേണ്ടത്. μ2 ഡാഷ് കണ്ടുപിടിക്കാം. ഈ റിസൾട്ടിനകത്ത് r-ന് 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, μ2 ഡാഷ് കിട്ടും. ഓക്കെ, അപ്പൊ μ2 ഡാഷ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ മാറും, μ2 ഡാഷ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ആവും. അപ്പം r-ന് 2 കൊടുത്താൽ എക്സ് സ്ക്വയർഡ് വരും. ഓക്കെ, എക്സ് സ്ക്വയർഡ് ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ വരും. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് സ്ക്വയർഡിന് പകരം നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, എക്സ് സ്ക്വയർഡിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എക്സ് സ്ക്വയർഡ് കിട്ടും. പക്ഷെ ഈ ഒരു റിസൾട്ട് കൊടുത്താലേ നമ്മുടെ പ്രൂഫിലോട്ട് എത്തിച്ചേരത്തുള്ളൂ. അതുകൊണ്ട് എക്സ് സ്ക്വയർഡിന് പകരം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇതെങ്ങനെ മാറും, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി വരും. എക്സ് സ്ക്വയർഡിന് പകരം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് വരുന്നു. ഡിനോമിനേറ്റർ എക്സ് ഫാക്ടോറിയൽ കിടപ്പുണ്ട്. ഇൻറ്റു എന്ത് വരും, ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ. അപ്പം ഈ ബ്രാക്കറ്റിനകത്ത് 2 ടേം ഇല്ലേ, ഈ ടേമിന് കൊണ്ടും ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ഈ രണ്ടാമത്തെ ടേം കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്താ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വരും, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ വരും. അടുത്ത ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സമ്മേഷൻ കൂടെ അതിനോടൊപ്പം കൊടുത്തോണം. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ വരും. ഓക്കെ, ഇനി ഈ ടേമിനകത്ത് നമ്മൾ അറേഞ്ച്മെന്റ് നടത്താൻ പോകുന്നത്. ടേമിനകത്ത് കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ഓർത്തോണം. ആദ്യത്തെ സ്റ്റെപ്പിൽ എക്സ് ഫാക്ടോറിയലിന് പകരം നമ്മൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ അടുത്ത് കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ലാംഡ റൈസ് ടു എക്സ് ഇല്ലേ, ആ ലാംഡ റൈസ് ടു എക്സിനെ നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തതുപോലെ ലാംഡ റൈസ് ടു എക്സിനെ നമ്മൾ ലാംഡ റൈസ് ടു 1 ലാംഡ റൈസ് ടു 2 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു ലാംഡ റൈസ് ടു എക്സിന് വരും. ഓക്കെ, അപ്പൊ ഈ അടുത്ത സ്റ്റെപ്പിൽ ഈ ലാംഡ റൈസ് ടു എക്സിന്റെ പ്ലേസ് നമ്മൾ എന്ത് കൊടുക്കുന്നു, ലാംഡ റൈസ് ടു 2 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 2 എന്ന് കൊടുക്കുന്നു. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ μ1 ഡാഷ്. നിങ്ങൾ നോക്കിക്കാൻ മുകളിലോട്ട് എത്താ μ1 ഡാഷ് അല്ലേ, സിഗ്മ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ. ഇത് നമ്മുടെ μ1 ഡാഷ് ആണ്. അതിന് പ്രത്യേകിച്ച് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തല്ലോ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ എക്സും എക്സ് മൈനസ് 1 താഴെ നിന്ന് മൂലം ക്യാൻസൽ ആയി പോകും. ഈ ലാംഡ സ്ക്വയറിനെ നമുക്ക് പുറത്തെഴുതാം. എക്സ് അതിനകത്തില്ല, അതുകൊണ്ട് സമ്മേഷന് പുറത്ത് ലാംഡ സ്ക്വയർ കൊടുത്തു. സമ്മേഷനകത്തോ അപ്പൊ ഇവിടെ സമ്മേഷൻ എന്താണ്, 2 to ഇൻഫിനിറ്റി 2 to ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എക്സ് മൈനസ് 2
ബൈ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ വരും. ഓക്കെ ആണോ? ഇൻറ്റു എന്തുണ്ട്? ഇ റൈസ് ടു മൈനസ് ലാംഡ ഉണ്ട്. ഓക്കെ, ഇതിന്റെ സ്പ്ലിറ്റിംഗ് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചതുപോലെ എക്സിന് 2 മുതൽ ഇൻഫിനിറ്റി വരെ കൊടുക്കുമ്പോൾ ഇവിടെ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചത് ആരുടെ എക്സ്പാൻഷൻ ആണ്? ഇ റൈസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ വെളിയിൽ കിടപ്പുണ്ട്. ഇത് മ്യൂ1 ഡാഷ് ആണ് കണ്ടുപിടിച്ചില്ലേ? അപ്പൊ ഇതിനെയല്ലേ ചെയ്തുള്ളൂ, ഇത് മ്യൂ1 ഡാഷ് ആണല്ലോ. മ്യൂ1 ഡാഷിന്റെ വാല്യൂ ഇതാ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്ര? ലാംഡ. അപ്പൊ ഇവിടെ പ്ലസ് എത്ര കൊടുത്തു? ലാംഡ കൊടുത്തു. ഇത് നോക്കേ, ബേസ് സെയിം ആണ്, പവർ ലാംഡയും മൈനസ് ലാംഡയും കൂടെ ആയത് ഇ റൈസ് ടു 0, അത് 1 ആവും. അപ്പൊ ഈക്വൽ ടു എത്ര വരും? മ്യൂ2 ഡാഷ് ഈക്വൽ ടു ലാംഡ സ്ക്വയർഡ് പ്ലസ് ലാംഡ കിട്ടി. നമുക്ക് മ്യൂ2 ഡാഷിന്റെ വാല്യൂ കിട്ടി. ഇതാ ഇതിന്റെ സ്റ്റെപ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എഴുതി അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഇവിടെ വന്നു, ഈ ഒരു സ്റ്റെപ്പിലോട്ട് എത്തിച്ചേർന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മ്യൂ2 ഡാഷ് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി മ്യൂ3 ഡാഷ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ മ്യൂ3 ഡാഷ് എങ്ങനെ എഴുതി നോക്കട്ടെ? ആറിന് ഇക്വേഷൻ നമ്പർ 1 ആറിന് 3 കൊടുത്താൽ പോരെ? അപ്പൊ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് അല്ല ലാംഡ റൈസ് ടു എക്സ്, അങ്ങനെ എഴുതാം. ഇ റൈസ് ടു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ വരും. ഓക്കെ, അവിടെ എക്സ് ക്യൂബിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? ഇതാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കാണാൻ പഠിച്ചു വെക്കണം, എങ്കിലേ റിസൾട്ടിലോട്ട് എത്തിച്ചേർത്തുള്ളൂ. അപ്പം ഈ എക്സ് ക്യൂബിന് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഈ ടേം എങ്ങനെ മാറും? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആണ്. എക്സ് ക്യൂബിന് വരെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 3x സ്ക്വയർഡ് മൈനസ് 2x. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എക്സ് ക്യൂബിന് വരെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻറ്റു എന്തുണ്ട്? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ വരും. ഓക്കെ, അപ്പം ഈ ബ്രാക്കറ്റിൽ എത്ര ടേം ഉണ്ട്? 3 ടേം ഇല്ലേ? 3 ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സമ്മേഷൻ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ ആദ്യത്തേത് എന്ത് വരും? ആദ്യത്തേത് സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വരും. രണ്ടാമത്തേത് ഇവിടെ 3x സ്ക്വയർഡ് അല്ലേ? അപ്പം ഈ 3 ഇനി സമ്മേഷന്റെ പുറത്ത് കൊടുക്കുന്നു. അപ്പൊ 3 ഇൻറ്റു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർഡ് ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ വരും. അടുത്ത മൈനസ് 2x ആണ്. മൈനസ് 2 സമ്മേഷന്റെ പുറത്ത് കൊടുക്കുന്നു. അപ്പൊ മൈനസ് 2 ഇൻറ്റു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വരും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. എക്സ് ഫാക്ടോറിയലിന് പകരം നമുക്ക് ഇനി എന്ത് കൊടുക്കാം? എക്സ് ഫാക്ടോറിയലിന് പകരം അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഫാക്ടോറിയൽ വരെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഫാക്ടോറിയൽ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ആരുള്ളത്? ലാംഡ റൈസ് ടു എക്സ് അല്ലേ? ലാംഡ റൈസ് ടു എക്സിന് വരെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ലാംഡ റൈസ് ടു എക്സിന് വരെ നമ്മൾ ലാംഡ റൈസ് ടു 3 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 3 കൊടുക്കുന്നു. ഓക്കെ, എക്സിന് വരെ. അപ്പൊ ലാംഡ റൈസ് ടു എക്സ് ഉണ്ട്, അതങ്ങ് മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ അതിന് വരെ എന്ത് കൊടുക്കണം? ലാംഡ റൈസ് ടു 3 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 3 എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി അതെത്രയാണ് നമ്മൾ കൊടുത്തു. ഇനി ഈ ടേം ഒന്ന് നോക്കിയേ, പ്ലസ് 3 ഇൻറ്റു ഇത് നമ്മളുടെ ആരാണ്? ഇത് നമ്മുടെ മ്യൂ2 ഡാഷ് ആണ്, ശരിയല്ലേ? നിങ്ങൾ ബാക്കിലോട്ട് പോയാൽ കാണാം, ഇത് മ്യൂ2 ഡാഷ് ആണ്. മൈനസ് 2 ഇൻറ്റു ഇതാരാണ്? ഇത് നമ്മുടെ മ്യൂ1 ഡാഷും ആണ്. ഇത് നിങ്ങൾക്ക് ബാക്കിലോട്ട് പോയാൽ കാണാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതാട്ടെ? ഈ എക്സും എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 2 താഴെ നിന്ന് മുകളിൽ നിന്ന് ക്യാൻസൽ ആയിപ്പോ. പിന്നെ സമ്മേഷന്റെ പുറത്ത് ആരെ കൊടുക്കും? ലാംഡ റൈസ് ടു 3 കൊടുക്കും. സമ്മേഷൻ അകത്തോ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 3 ഫാക്ടോറിയൽ വരും സമ്മേഷന്റെ കൂടെ. ഇൻറ്റു എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ലാംഡ വരും. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ടേം. ഇതെന്തായിട്ട് മാറും? ഇത് ഇ റൈസ് ടു ലാംഡ ആയിട്ട് വരും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? ലാംഡ ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ വരും. പ്ലസ് 3 ഇൻറ്റു മ്യൂ2 ഡാഷ് നമുക്ക് എത്ര കിട്ടിയത്? മ്യൂ2 ഡാഷ് കിട്ടിയത് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയാണ് മ്യൂ2 ഡാഷ് കിട്ടിയത്. മൈനസ് 2 ഇൻറ്റു മ്യൂ1 ഡാഷോ? മ്യൂ1 ഡാഷ് കിട്ടിയത് ലാംഡയാണ്. ഓക്കെ ആണോ? അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. ഇതിന്റെ വാല്യൂ എത്രയാവും? ഇതിന്റെ വാല്യൂ 1 ആണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ? അപ്പൊ ലാംഡ ക്യൂബ് പ്ലസ് 3 അകത്തോട്ട് മൾട്ടിപ്പിൾ 3 ലാംഡ സ്ക്വയർഡ് പ്ലസ് 3 ലാംഡ മൈനസ് 2 ലാംഡ വരും. 3 ലാംഡ മൈനസ് 2 ലാംഡയ്ക്ക് വരെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? പ്ലസ് ലാംഡ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്ത് വരും? ലാംഡ ക്യൂബ് പ്ലസ്
3 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയെന്ന് കിട്ടും ആരുടെ വില μ3' വാല്യൂ. ഓക്കെ ആണോ? ദാ ഇവിടെ ഞാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ദാ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതേപോലെ μ4' പഠിച്ചാൽ മതി. μ4' എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് x⁴ ആണ്. summation x equal to 0 to infinity x⁴ into lambda raised to x into e raised to minus lambda by x factorial ആണ്. x⁴ ന് പകരം ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഈ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് μ4' കണ്ടുപിടിക്കാനായിട്ട്. അപ്പം x⁴ ന്റെ പ്ലേസിൽ ആ റിസൾട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. lambda raised to x into e raised to minus lambda by x factorial ആണ്. സമ്മേഷൻ അകത്ത് 1 2 3 4 ടേം, ഈ 4 ടേമിനെയും സമ്മേഷൻ കൊടുത്തിട്ട് ഈ ഒരു ടേമുമായിട്ട് ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ടേം. രണ്ടാമത്തെ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സമ്മേഷന്റെ പുറത്ത് +6 വരണം. അടുത്ത ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -11 വരണം. അടുത്ത ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ +6 വരണം. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്റർ കിടക്കുന്ന x ഫാക്ടോറിയലിന് പകരം x into x minus 1 into x minus 2 into x minus 3 into x minus 4 ഫാക്ടോറിയൽ കൊടുത്തു. അപ്പൊ താഴെ നിന്ന് മുകളിലും ഈ x മുതൽ x minus 3 വരെയുള്ള ടേം ക്യാൻസൽ ആകും. പിന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? lambda raised to x ന് പകരം കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ lambda raised to 4 into lambda raised to x minus 4 എന്ന് കൊടുക്കണം. lambda raised to 4 നെ പുറത്ത് എഴുതണം. അപ്പൊ ഇങ്ങനെ വരുന്നു. ഈ ഇത് ഇത്രയും ടേമും കൂടെ ചേരുന്ന നമ്മുടെ e raised to lambda ആണ് അല്ലെ? അത് അത്രയും കൂടെ ചേരുന്ന e raised to lambda. അതിന് വരുന്ന ഇത്രയും ഇവിടെ മുതൽ ഇങ്ങനെ വന്ന് ഇത് ഇത്രയും കൂടെ സമ്മേഷനകത്ത് ഇതില്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് വേണം. ഇത് ഇത്രയും കൂടെ സമ്മേഷനകത്ത് വരുന്നിട്ട് ഇത് e raised to lambda ആണ്. വെളിയിൽ e raised to minus lambda. ഇവിടെ μ3' വില, ഇവിടെ μ2' വില, ഇവിടെ μ1' വില. ഇതിന്റെ വില 1 ആണെന്ന് കണ്ടു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ lambda raised to 4 ഒരാളേ ഉള്ളൂ. 6 lambda cube ഒരാളേ ഉള്ളൂ. ഇത് 18 lambda സ്ക്വയറിന് 11 lambda സ്ക്വയർ 7 lambda സ്ക്വയർ. 6 ലാംഡയും 6 ലാംഡയും 12 lambda, 11 lambda മൈനസ് ഇത് പ്ലസ് lambda കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എല്ലാ റിസൾട്ടും കിട്ടി. റോ മൊമെന്റ്സ് എല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? അപ്പൊ റോ മൊമെന്റ്സ് എക്സാമിന് ഡെറിവേഷൻ ചോദിച്ചാൽ ഇങ്ങനെ ഡെറിവേഷൻ പഠിച്ചു വെച്ചിട്ട് ചെയ്തോണം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് സെൻട്രൽ മൊമെന്റ്സ് ആണല്ലോ, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.